ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജ്യൂബിൾസ് ലേണിംഗ്. എജ്യൂബിൾസ് ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ഏക കേന്ദ്ര സർവകലാശാലയായ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ ഏതൊക്കെ ബിരുദ പ്രോഗ്രാമുകളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ്. നമുക്കറിയാം, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുക എന്നുള്ള സ്വപ്നവുമായിട്ടിരിക്കുന്നവരാണ് ഒരുപാട് വിദ്യാർത്ഥികൾ. എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് കേരളം വിട്ടു പോകാനും വലിയ താല്പര്യമില്ല. മക്കളെ, രക്ഷിതാക്കളെ പലർക്കും കേരളത്തിൽ തന്നെ പഠിപ്പിക്കണമെന്നുമാണ് താല്പര്യം. അങ്ങനെയുള്ളവർക്ക് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്ന താല്പര്യമുണ്ടെങ്കിൽ ഏക ഒരു ഓപ്ഷനാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ പെരിയയിൽ സ്ഥിതി ചെയ്യുന്ന കേരള കേന്ദ്ര സർവകലാശാല, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള 4 വിഷയങ്ങളിലാണ് ബിരുദ പ്രോഗ്രാമുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കേരള യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുമ്പം നമുക്കറിയാം, 2013 ആരംഭിച്ചിട്ടുള്ള അധികം ഒരു 10 വർഷം, 10, 12, 13 വർഷമായിട്ടുള്ള ഒരു പുതിയ ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഒരു വളരെ പുരാതനമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയും അതിൻ്റെ ഒരു എക്സ്പോഷറും ഒക്കെ പ്രതീക്ഷിച്ചിട്ട് അങ്ങോട്ട് പോകുന്നതിനേക്കാൾ ഉപരി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനം എന്നാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഉപരി കഴിഞ്ഞ വർഷമാണ് അവിടെ ഈ പുതിയ 3 ഡിഗ്രികൾ കൂടെ ആരംഭിച്ചുള്ളത്. ഈ വർഷം അവിടെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾ അവിടുത്തെ സെക്കൻഡ് ബാച്ച് ആയിരിക്കും ഈ ഒരു ഡിഗ്രിയിലും. പക്ഷേ BA ഇന്റർനാഷണൽ റിലേഷൻസ് മാത്രമാണ് അവർക്ക് ക്യാപിറ്റൽ സെന്ററിൽ, തിരുവനന്തപുരത്ത് ക്യാപിറ്റൽ സെന്ററിൽ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുള്ളത്. ബാക്കിയുള്ള 3 UG കോഴ്സുകളും കാസർഗോഡിലെ ക്യാമ്പസിലാണുള്ളത്. BA ഇന്റർനാഷണൽ റിലേഷൻസ് മാത്രമാണ് നമുക്ക് ക്യാപിറ്റൽ സെന്റർ അഥവാ തിരുവനന്തപുരം കാര്യവട്ടത്തുള്ള ക്യാപിറ്റൽ സെന്ററിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് 3 ഡിഗ്രി വിഷയങ്ങളും ഇത് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന 4 ഡിഗ്രി വിഷയങ്ങളിലും ഏതൊക്കെ പേപ്പറുകളാണ് നമുക്ക് CUT UG എക്സാമിൽ എഴുതേണ്ടതെന്ന് നമുക്കൊന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കേരളത്തിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ പഠിക്കാൻ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ വീഡിയോ ഒരു ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള അഡ്മിഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ ഞങ്ങളുടെ CUT UG ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പ് ലിങ്കുമുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത എല്ലാവിധ സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഈ ക്യാമ്പസിനെ കുറിച്ചും കോഴ്സിന്റെ ഫീയെ കുറിച്ചും മറ്റു എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് അതിൽ ചോദിക്കാം. ഇനി മറ്റു വരും യൂണിവേഴ്സിറ്റികളുടെ വീഡിയോയും ഈ ചാനലിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ ആദ്യമായിട്ട് അവർ നേരത്തെ തന്നെ പ്രൊവൈഡ് ചെയ്തു, ഞാൻ പറഞ്ഞ പോലെ കാര്യവട്ടത്ത് ക്യാപിറ്റൽ സെന്ററിൽ സ്ഥിതി ചെയ്യുന്ന BA ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്ന കോഴ്സാണ് ഓൾറെഡി ഇവിടെ ഉള്ളത്. BA ഇന്റർനാഷണൽ റിലേഷൻസിന്റെ ഒരു പ്രത്യേകത CUKയിൽ BA ഇന്റർനാഷണൽ റിലേഷൻസും MA ഇന്റർനാഷണൽ റിലേഷൻസും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ആർട്സിൽ UGയും PGയും പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ BCom MCom അവിടെ ഉണ്ട്. ഇങ്ങനെയാണ് ഉള്ളത്. പക്ഷെ രണ്ടും ഇന്റഗ്രേറ്റഡ് അല്ല, രണ്ടും CUT UGയും എഴുതണം, PGയും എഴുതിയിട്ട് തന്നെ അഡ്മിഷൻ ലഭിക്കാം. അപ്പോൾ BA ഇന്റർനാഷണൽ റിലേഷൻ ഹോണേഴ്സ് ആണ്. അതിൽ നിങ്ങൾ എഴുതേണ്ട പേപ്പേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ലാംഗ്വേജിൽ ഇംഗ്ലീഷ് എഴുതണം, ഡൊമൈൻ സബ്ജക്റ്റിൽ പൊളിറ്റിക്കൽ സയൻസ് എഴുതണം, ജനറൽ ടെസ്റ്റും എഴുതണം. ഇത് 3 നിങ്ങൾ എഴുതേണ്ടത് ഇംഗ്ലീഷും പൊളിറ്റിക്കൽ സയൻസും ജനറൽ ടെസ്റ്റുമാണ് എഴുതേണ്ടത്. പിന്നെ ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ +2 പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ 50% മാർക്ക് നിങ്ങൾക്ക് +2ൽ ഉണ്ടായിരിക്കണം. SC ST കാറ്റഗറിക്ക് ഒരു 5% റിലാക്സേഷൻ ഉണ്ട്, അഥവാ അവർക്ക് 45% മതി. പിന്നെ ഇവർക്ക് പ്രത്യേകമായിട്ടൊരു ഏജ് ക്രൈറ്റീരിയ ഉണ്ട് എന്നുള്ളതാണ്. ദ കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് ഹാവ് കംപ്ലീറ്റഡ് 90 years ഓഫ് ദ ഏജ് ഓൺ 1/7/2025. 2025 7 മാസം 1-ാം തീയതി. ഓക്കെ, ജൂൺ ആവുമ്പോഴേക്ക് എന്തായാലും ഒരിക്കലും 19 വയസ്സിനേക്കാൾ കൂടുതലാവരുത് എന്നാണ് അവർ ക്രൈറ്റീരിയ പറയുന്നത്. അപ്പം അത് ശ്രദ്ധിക്കുക. ഏജ് ക്രൈറ്റീരിയ CUK ഉണ്ട്. ഓക്കെ, അത് BA ഇന്റർനാഷണൽ റിലേഷൻസിൽ മാത്രമാണ് കേട്ടോ. പിന്നെ അടുത്ത് വരുന്നത് BCA ആണ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇത് ഹോണേഴ്സ് പ്രോഗ്രാം ആണ്. ഇതിന് നിങ്ങൾ വെറും 3 സബ്ജക്റ്റ് എഴുതേണ്ടത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലാംഗ്വേജ് എഴുതണം. ഡൊമൈൻസിലേക്ക് വരുമ്പം ഫിസിക്സോ കെമിസ്ട്രിയോ അക്കൗണ്ടൻസിയോ മാത്തമാറ്റിക്സോ കമ്പ്യൂട്ടർ സയൻസോ 5 ഓപ്ഷൻ, 5 ഡൊമൈൻ പേപ്പറുകൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. പിന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇതിന് പറയുന്നത് നിങ്ങൾ എന്തായിരിക്കണം, +2 പാസ്സായിരിക്കണം. മാത്രമല്ല ഇതിലെന്തായിരിക്കണം, മാത്തമാറ്റിക്സിനും സയൻസിനും ഒക്കെ എന്തായിരിക്കണം, നിങ്ങൾ ഈക്വലന്റും ആയിരിക്കണം അല്ലേ, വിത്ത് 50% മാർക്കോട് കൂടെ ആയിരിക്കണം കേട്ടോ. 50% മാർക്കോട് കൂടെ. ഓക്കെ, PUCയോ CBSEയോ ICSEയോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലോ സയൻസിലോ ഈക്വലന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോഴ്സ്, അതാണ് അവർ പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, BCom. മൂന്നാമത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് BCom ഹോണേഴ്സ് ആണ്. അതിൽ അവർ എഴുതാൻ പറയുന്നത് BCom ഹോണേഴ്സ് ഫൈനാൻസ് ആൻഡ് അനലിറ്റിക്സ് ആണ് CU കേരള പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഇംഗ്ലീഷ് എഴുതുക. അതുപോലെ തന്നെ ഡൊമൈൻസിലേക്ക് വരുമ്പം അക്കൗണ്ടൻസിയോ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസോ എക്കണോമിക്സോ അല്ലെങ്കിൽ ബിസിനസ് എക്കണോമിക്സോ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസോ, ഇതിൽ 3 ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. പിന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതണം. ഓക്കെ, നിർബന്ധമായിട്ടും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതണം. ഇതാണ് ഇതിൽ പറയുന്നത്.
അതിൽ പറയുന്നത് +2 ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആണ് വേണ്ടത്. +2 ക്ലാസ് നിങ്ങൾ എന്തായിരിക്കണം, +2 ലെവലിൽ നിങ്ങൾ പാസ്സായിരിക്കണം. അതിൽ നിങ്ങൾ സയൻസിലോ ആർട്സിലോ കൊമേഴ്സിലോ അതർ സ്ട്രീംസിലോ ഏത് സ്ട്രീം ആയാലും നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് BCOMന് അവിടെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, 50% മാർക്ക് നിർബന്ധമായിട്ടും വേണം. ഇനി അടുത്തതായിട്ട് നമുക്ക് 4ാമത്തെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് ഏത് നോക്കാം. അത് BSc ഹോണേഴ്സ് വിത്ത് റിസർച്ച് ആണ്. ഓക്കെ, BSc ബയോളജി ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. BSc ബയോളജി ഹോണേഴ്സ് വിത്ത് റിസർച്ച്. ഇതിൽ നിങ്ങൾ ലാംഗ്വേജിൽ ഇംഗ്ലീഷ് എഴുതണം. അത് മുകളിലത്തെ പേജിലാണുള്ളത്. ഇംഗ്ലീഷ് നിർബന്ധം എഴുതണം. ഡൊമൈൻ സബ്ജക്റ്റിലേക്ക് വരുമ്പം ബയോളജിയോ ബയോളജിക്കൽ സയൻസോ ബയോടെക്നോളജിയോ ബയോ കെമിസ്ട്രിയോ അല്ലെങ്കിൽ ഫിസിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ, ഈ PCBയിൽ 3 എണ്ണാണ്. 3-ൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതി. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ അതിൽ. പിന്നെ ഇതിൽ പറയുന്നത് +2 ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ വേണം. എന്തായിരിക്കണം, ബയോളജിയോ സുവോളജിയോ മാൻഡേറ്റ് സബ്ജക്റ്റ് ആണ്. നിങ്ങൾ നിർബന്ധമായും ബയോളജിയോ സുവോളജിയോ പഠിച്ചിരിക്കണം. എന്താണ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് വരേണ്ടത്. ഓക്കെ, നിർബന്ധമായിട്ട് 50% മാർക്ക് ഉണ്ടാവണം. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയയിൽ പറയുന്നത്. ഇത്രയും കോഴ്സാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ പ്രൊവൈഡ് ചെയ്യുന്ന 4 കോഴ്സാണ്. ഒന്ന് BCOM, BCA, BA ഇന്റർനാഷണൽ റിലേഷൻസ്, BSc ബയോളജി. ഓക്കെ, ഇത്രയും കോഴ്സുകളാണ്. അപ്പോൾ നിങ്ങൾ ഇതിനായിട്ട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാണ്, CUET UGയുടെ ഒരു മേജർ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെയും ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഒരു ലിങ്ക് ലഭിക്കും. അതിൽ ജോയിൻ ചെയ്യുക. അവിടുത്തെ അഡ്മിഷൻ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ അറിയിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ എക്സാമിന് തയ്യാറെടുക്കുന്ന ജനറൽ ടെസ്റ്റ് നമുക്കൊരു വരുന്ന ജനുവരി 20 CUET UG ജനറൽ ടെസ്റ്റ് ബാച്ച് ആരംഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ നമ്പറിൽ കണക്ട് ചെയ്താൽ നിങ്ങൾ നമ്മൾ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾ BSc ഓണേഴ്സ് ബയോളജിക്കാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നത്, BSc സയൻസ് ബാച്ച് നമുക്ക് ആരംഭിക്കുന്നുണ്ട്. അതുപോലെ ആയിട്ട് നിങ്ങൾ BCOMനാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് BCOMൻ്റെയും BBAയുടെയും അതായത് CUET UG കൊമേഴ്സ് ബാച്ച് നമുക്ക് ആരംഭിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് BA ഇന്റർനാഷണൽ റിലേഷൻസ് ആണ് നിങ്ങൾ നോക്കിയാൽ പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഹിസ്റ്ററി, എക്കണോമിക്സ് അടങ്ങിയിട്ടുള്ള ഒരു BA ബാച്ച് നമുക്ക് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ അഡ്മിഷൻ കൗൺസിലറുടെ നമ്പർ ഉണ്ടാവും. അതിൽ കണക്ട് ചെയ്ത് ഞങ്ങളുമായിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിർത്തുന്നു. നന്ദി.